ഹായ് കൂട്ടുകാരെ, എൻ്റെ ഞാൻ ലേഹ റഫീഖ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു കിടിലൊരു ഐറ്റംസാണ് ഒരു ഉള്ളിക്കറി. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു 1 കിലോ ഉള്ളി മേടിച്ച് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് 3 പച്ചമുളക് പൊളന്ന് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഒരു കഷ്ണം നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കടുക്, ഉണക്കമുളക്, ഒരു കഷ്ണം ഇഞ്ചി, തേങ്ങ. ഞാനൊരു തേങ്ങ ചിരണ്ടി അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടിപ്പൻ ഒരു ഉള്ളിക്കറിയാണ് നമ്മൾ വെക്കുന്നത്. ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ച് സ്റ്റൗ ഓൾറെഡി ഞാൻ കത്തിച്ച് വെച്ചേക്കാണ്. രാവിലെ ഇത്തിരി തിരക്കുണ്ട്, അമ്പലത്തിലൊക്കെ പോകണം, അതുകൊണ്ടാണ് ഞാൻ വേഗം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തായിട്ട് കടുക് ഇട്ട് കൊടുക്കും. ഒരു സ്പൂണ് കടുക്, കടുക് പൊട്ടിയതിന് ശേഷം ഞാനൊരു 2-3 വറ്റൽമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പില, ഒരു 2 ഇതൾ കറിവേപ്പില, അതൊന്നും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് പച്ചമുളക്, 3 പച്ചമുളക് ഞാൻ രണ്ടായിട്ട് മുളക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊച്ചുള്ളി ഞാൻ അരിഞ്ഞ് നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ കൊച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആലപ്പുഴ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഈ ഓണത്തിനൊക്കെ ഉള്ളിക്കറി വെക്കണ ഒരു രീതിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എന്തിനും ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉള്ളിക്കറി. നല്ലൊരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി. നമ്മൾ എണ്ണയിൽ വാട്ടി വേണം ഈ ഉള്ളി എടുക്കാൻ. നമ്മൾ പാവക്കാ തീയൽ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചില്ല, അതേപോലെ ഉള്ളി വാട്ടി വേണം. കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1.25 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നമുക്കത് പെട്ടെന്ന് വാടിയെടുക്കും. നമുക്കിവിടെ ഒന്ന് പൈതിയെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കപ്പുറത്ത് തേങ്ങ വറുക്കാൻ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് ഞാനിവിടെ ഒരു അടപ്പയിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഇതിനകത്തായിട്ട് വറുത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ഇടുമ്പോൾ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ എണ്ണ ഇപ്പോൾ ഒഴിക്കരുത്. ആ തേങ്ങയുടെ ജലാംശമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ തേങ്ങ ഒന്ന് വറുത്ത് എടുക്കട്ടെ. നമ്മുടെ തേങ്ങ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം വാടി നല്ല ഗോൾഡൻ കളറിൽ നല്ല ബ്രൗൺ കളറായി നമുക്ക് ഇനി ഇതിനകത്തായിട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിനായിട്ട് 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിനകത്തായിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ മക്കളെ. ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെല്ല് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഉള്ളിക്കറി ഒന്ന് വെച്ച് നോക്കും. നമ്മൾ തീയലെന്നൊക്കെ പറയില്ല, അതേപോലെ ഒന്ന് വെച്ച് നോക്കും. വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണ്, വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്യാം. ഞാൻ ഇതിനകത്തായിട്ട് മുളക് പൊടി ഒരു 1.5 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്ത് ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കൂട്ടൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഉള്ളി കണ്ട നല്ലോണം വാടി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഇളക്കി കൂട്ടി നമ്മൾ 1 കിലോ ഉള്ളി മേടിച്ച് പൊളിച്ച് അരിഞ്ഞ് വെച്ച ഉള്ളി അത് എണ്ണയിൽ വാടി വന്നപ്പോൾ ഒരു 100 ഗ്രാം പോലും ഇല്ല. നമ്മൾ വെള്ളം തൊടണില്ല.
നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അരക്കണേൽ ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. ഞാനിതൊന്ന് അരച്ചോണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഞാനിപ്പോൾ അരപ്പ് റെഡിയാക്കി വെച്ച് ഇതുണ്ട ആ തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് അരച്ച അരപ്പാണ്. നമുക്കിനി ഇതിന് കടുക് വറുക്കേണ്ട ഒന്നും ഒരാവശ്യമില്ല. നമുക്കിതിന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരക്കാൻ. വെള്ളം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ പുളി മാത്രം ഒന്ന് പിഴിഞ്ഞൊഴിച്ചാൽ മതി. നല്ലോണം ഒന്ന് വഴറ്റി ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഒരു തുള്ളി ശർക്കര വേണം. ഒരു നുള്ളി ശർക്കര, ഒരു പിഞ്ച് ശർക്കര നമ്മൾ ഈ പുളി ഉപ്പും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നുള്ളി ശർക്കര, പഞ്ചസാര, ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഇടാം, അല്ലെങ്കിൽ പഞ്ചസാര ഇടാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള പുളി. ഈ പുളിവെള്ളം മാത്രമേ അതിനകത്തോട്ട് ഒരു പിഞ്ച് ശർക്കര അതിനകത്ത് ഇടുന്നുണ്ട്. ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഇടാം. ഒരു നുള്ളി ഇട്ടാൽ മതി. നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം വഴറ്റി നല്ല ഇതായിട്ടിരിക്കണം. ഞാൻ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ. വളരെ ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഒരു നുള്ളു ഉപ്പിൻ്റെ ഒരു പോരായ്മയുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ സ്റ്റൗ ഓഫാക്കി ഇതുണ്ട തോട്ട്. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന പോലത്തെ തോട്ടുകറിയാണ്, അല്ലാതെ ചാറല്ല. ഇത് നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാം, പിന്നെ ചോറിന് എല്ലാത്തിനും കൂട്ടാം. വളരെ ഇഷ്ടപ്പെടും, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വിഭവമാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. കറിവേപ്പില ഇല്ല, കുറച്ചേ ഉണ്ടായില്ല. അപ്പം നമ്മുടെ ഉള്ളിക്കറി, നമ്മുടെ നല്ല ഓണസദ്യക്കൊക്കെ വെക്കുന്ന ഉള്ളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം. താങ്ക് യു.